നമസ്കാരം. നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ളത്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ +2കാർക്കും അല്ലെങ്കിൽ 10ാം ക്ലാസ്സുകാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ചില അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഫ്രഷേഴ്സിനും ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. ഓർക്കുക, അത്യാവശ്യം നല്ല പേ പാക്കേജ് ഉള്ള ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ളത്. അപ്പോൾ ഈ അവസരങ്ങൾ മനസ്സിലാക്കാം. അതിലേക്ക് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, നിങ്ങൾ ഈ ബാങ്ക് ജോലിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒത്തിരി അധികം ആളുകൾ ആഗ്രഹിക്കുന്ന ജോലിയാണ് ബാങ്ക് ജോലി എന്നുള്ളത്. എന്നാൽ ഇക്കാലത്ത് നല്ല പ്രഷറൊക്കെ പലപ്പോഴും ബാങ്ക് ജോലികളിൽ കാണാറുണ്ട്. നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഫെഡറൽ ബാങ്കിലെ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് മിനിമം 10ാം ക്ലാസ് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാം. വീടിന് അടുത്തുള്ള ബ്രാഞ്ചിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള ഒരു സുന്ദരൻ അവസരമാണ്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇതാ നോക്കുക, ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ് ജോയിൻ അവർ ടീം, റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ ഓഫീസ് അസിസ്റ്റന്റ്. ഈ ഒരു തസ്തികയിലേക്കുള്ള ഹയറിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് 30ാം തീയതി ഡിസംബർ, അതായത് 2025 30ാം തീയതി മുതൽ ജനുവരി 8ാം തീയതി 2026 വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 1ാം തീയതി ഫെബ്രുവരി ആയിരിക്കും ഒരു ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കും. അതിന്റെ ബേസിസിലും ഇന്റർവ്യൂവിന്റെ ഒക്കെ ബേസിലായിരിക്കും സെലക്ഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അത് കണക്കാക്കുന്നത് 1/12/2025 ഡിസംബർ 1ാം തീയതി പ്രകാരം മിനിമം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരായിരിക്കണം. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ് 10th സ്റ്റാൻഡേർഡ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ. അപ്പോൾ 10ാം ക്ലാസ്, +2, ഡിപ്ലോമക്കാർക്ക്, ഡിഗ്രി പഠിക്കുന്നവർക്കൊക്കെ അപേക്ഷിക്കാം. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബട്ട് നോട്ട് പാസ് ഗ്രാജുവേഷൻ, ഡിഗ്രി കഴിഞ്ഞവരാകല്ല് എന്ന് പറയുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞവരെ ഈ ഒരു പോസ്റ്റിലേക്ക് അവര് കൺസിഡർ ചെയ്തില്ല. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2ഓ ഡിപ്ലോമയോ അല്ലെ ഡിഗ്രിയോ ഒക്കെ ഫൈനൽ ഇയർ വരെ പഠിക്കുന്നവർക്കൊക്കെ അപേക്ഷിക്കാം. ഡിഗ്രി ഡിസംബർ 1ാം തീയതി പ്രകാരം പാസ് ഔട്ട് ആയിരിക്കല്ല് എന്ന് മാത്രം. ഡിഗ്രി അടുത്ത കൊല്ലം പാസ് ഔട്ട് ആകുന്നവർക്കൊക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അതായത് ഫൈനൽ ഇയർ ഡിഗ്രിക്കാർക്ക് വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി പ്രായത്തിന്റെ കാര്യത്തിൽ ഇവർ സൂചിപ്പിക്കുന്ന കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി ബിലോ 18 years old, അതായത് 18 വയസ്സിൽ കൂടുതലായിരിക്കണം. അത് എല്ലാ ജോലിക്കും മിനിമം 18 വയസ്സ് കാണണം. അതേപോലെ 20 വയസ്സിൽ കൂടുതൽ പ്രായം കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 1/12/2005 1/12/2000 ഇടയിലും ജനിച്ചവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില ഏജ് റിലാക്സേഷന് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആർക്കാണ് ഏജ് റിലാക്സേഷൻ കിട്ടുക? 2 കാറ്റഗറിയിലുണ്ട്. ഒന്ന് SC ST-കാരാണെങ്കിൽ അതിനകത്തൊരു റിലാക്സേഷൻ ഉണ്ട് 5 വർഷം വരെ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിലോ ഓഫീസിലോ ഒക്കെ മുൻപ് ജോലി ചെയ്തവരോ ജോലി ചെയ്യുന്നവരോ ആണ്. ഉദാഹരണത്തിന് ഒരു ബാങ്ക്മാനായിട്ടോ ഡ്രൈവറായിട്ടോ കെയർ ടേക്കറായിട്ടോ എന്തെങ്കിലുമൊക്കെ പോസ്റ്റിൽ മുൻപ് ജോലി ചെയ്തവരോ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളവർ 2000 മുതൽ 2007 വരെ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ 18 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക്, പ്രത്യേകിച്ച് +2 ഡിഗ്രി 10th കഴിഞ്ഞവർ അല്ലെ ഡിഗ്രി ഒക്കെ പഠിക്കുന്നവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 1-2 കാര്യങ്ങൾ കൂടി ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ താമസ സ്ഥലം, ഇവർ കുറെ ജില്ലകൾ പറയുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ എനിക്ക് തോന്നുന്നു 7-8 ജില്ലകളുണ്ട്. ആ ജില്ലകളിൽ ആയിരിക്കണം. അതല്ലെങ്കിൽ ഇവർ പറയുന്ന ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചിന്റെ 20 കിലോമീറ്റർ ഉള്ളിലായിരിക്കണം. ആ ജില്ലകൾ ഏതൊക്കെയാണ് ബ്രാഞ്ചുകൾ എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാം. ഇനി ഒരു കാര്യം കൂടി ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസ്, MS ഓഫീസ് എന്ന് പറയുമല്ലോ, അതിലൊരു ട്രെയിനിങ് എടുത്തവരായിരിക്കണം. അതിലൊരു നോളജ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് ഇപ്പം ആവശ്യമില്ല. നിങ്ങൾ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ഒരു ട്രെയിനിങ് എടുത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ഇപ്പൊ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അതേപോലെ തന്നെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളത് അഭികാമ്യമായിരിക്കും, നിർബന്ധമൊന്നുമില്ല, അഭികാമ്യമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പേ പാക്കേജിന്റെ ഒരു ഇത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പേ സ്കെയില്
19,500 മുതൽ 37,815 വരെയുള്ള സ്കെയിലിലായിരിക്കും, പ്ലസ് 11 സ്റ്റാഗ്നേഷൻ ഇൻക്രിമെന്റ്സ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നാഷണൽ പെൻഷൻ സ്കീം NPS-ൽ കവേർഡ് ആയിരിക്കും. ഗ്രാറ്റുവിറ്റി, ലോൺ ഓൺ കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്കും ഡിപ്പെൻഡൻസിനും ഒക്കെ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ 6 മാസം പ്രൊബേഷനിലായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും നിങ്ങൾ എന്താ പറയുക പെർമനന്റ് ആക്കുക എന്നുള്ള കാര്യം അറിയുക. വർക്ക് ലൊക്കേഷൻ എവിടെയായിരിക്കും? ഞാൻ സൂചിപ്പിച്ചു, വീടിനടുത്ത് ജോലി ചെയ്യാം എന്നുള്ളത്. ഇവരെ ചില ബ്രാഞ്ചുകൾ, ഓഫീസുകൾ പറയുന്നുണ്ട്. കേരളത്തിലെ ഏതാണ്ട് 7-8 ജില്ലകളിലുണ്ട്. അവിടെ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലൊക്കെയുള്ള ബ്രാഞ്ചുകൾ ഒക്കെ ആയിരിക്കും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. കാര്യം ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പോൾ ആ നോട്ടിഫൈഡ് ബ്രാഞ്ചസ് ഓഫീസസ് നമുക്ക് കാണിക്കാം. എങ്ങനെയായിരിക്കും സെലക്ഷന്? ആദ്യം ഒരു ഓൺലൈൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് കാണും, സെന്റർ ബേസ്ഡ്, അതായത് സെന്ററിൽ പോയി നിങ്ങൾ എഴുതണം. സെന്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കാണാം, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, ഇത്രയും സ്ഥലത്തായിരിക്കും സെന്റർ ഉണ്ടാവുക. അവിടെയുള്ള ടെസ്റ്റ് സെന്റേഴ്സിൽ പോയിട്ടുള്ള ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ വേണം നിങ്ങൾ ഇതിന്റെ ക്ലിയർ ചെയ്യുവാനായിട്ട്. എന്നിട്ട് പിന്നെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂവും കൂടെ ഉണ്ടാവും. ഇതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. എവറി സെലക്ഷൻ റൗണ്ട് വിൽ ബി ആൻ എലിമിനേഷൻ സ്റ്റേജ്. അതുകൊണ്ട് ടെസ്റ്റിൽ ഉൾപ്പെടെ എലിമിനേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊന്നും ഇപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ പേഴ്സണൽ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്തും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട കുറെ ഡോക്യുമെന്റ്സ് ആണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ വറി ചെയ്യേണ്ട കാര്യമില്ല. എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, ജനുവരി 8-ാം തീയതിക്കകം നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓൺലൈനിലൂടെ വേണം അപേക്ഷിക്കുവാനായിട്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നാലെ കാണിച്ചു നൽകാം. അവർക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 500 രൂപ, SC ST കാരാണെങ്കിൽ 100 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം ട്രാൻസാക്ഷൻ ചാർജ് ഒരു 18%. അപ്പം 100 ഒക്കെ ആണെങ്കിൽ 118 രൂപയാകും എന്നുള്ള കാര്യം ഓർക്കുക. എങ്ങനെയായിരിക്കും ഫീ അടയ്ക്കേണ്ടത്? ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ച് അടയ്ക്കുക. കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ആപ്റ്റ്യൂഡ് ടെസ്റ്റിന്റെ ചോദ്യങ്ങൾ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ലോജിക്കൽ റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്. 60 ക്വസ്റ്റ്യൻസ്, 60 മാർക്ക്, 60 മിനിറ്റ്, 1 മണിക്കൂർ പരീക്ഷയായിരിക്കും. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിലേക്ക് എത്താം. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ജനറൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഞാൻ നോക്കുക എവിടെയൊക്കെ ആയിരിക്കും അവസരങ്ങൾ ഉള്ളത്. നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കണ്ണൂര്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും ജില്ലയിലുള്ളവർക്ക്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ജില്ലയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അതുകൂടാതെ നിങ്ങളുടെ ജില്ല ഇതിനകത്ത് ഇല്ലെങ്കിൽ പോലും ഇവിടെ നൽകിയിരിക്കുന്ന ബ്രാഞ്ച് ഓഫീസ് നോക്കുക. ഇതിന്റെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലാണ് നിങ്ങളുടെ വീടെന്നുണ്ടെങ്കിൽ ആ ജില്ലയിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം മിക്കവാറും ജില്ലകൾക്കാർക്കൊക്കെ അപേക്ഷിക്കാം. എന്നാൽ നിങ്ങൾ 10th 12th ഒക്കെ ആയിരിക്കണം, ഡിഗ്രി കഴിഞ്ഞവരാകില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഡീറ്റെയിൽസ്. ഇനി എങ്ങനെയായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക? ഞാൻ ആ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതുപോലെ ഫെഡറൽ ബാങ്കിന്റെ കരിയർ പേജിലേക്ക് വരും. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഫീസ് അസിസ്റ്റന്റ് അത്യാവശ്യ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാം. ഗൈഡ് ലൈൻസ് ഫോർ സ്കാനിങ് ആൻഡ് അപ്ലോഡിങ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെയൊക്കെ ഗൈഡ് ലൈൻസ് ഇവിടെ നൽകുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ നിങ്ങൾ ഐ കൺഫേം എന്ന് കൊടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഈ ഒരു കോഡുണ്ട്, ഇവന്റ് കോഡ്, അത് അവിടെ കമ്പ്യൂട്ടർ ജനറേറ്റർ ആണ്, അത് അവിടെ കിടന്നോട്ടെ, അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൺഫർമേഷൻ ആയിട്ട് വീണ്ടും ടൈപ്പ് ചെയ്ത് സെൻഡ് OTP കൊടുക്കുക. OTP കിട്ടും. OTP കൂടെ വെച്ച് അപ്ലൈ ചെയ്യുക. ഇങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ കണ്ടെത്തിയ ഒരു അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാം, ഈ ബാങ്ക് അവസരത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ
കമന്റുകൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നൽകുക, ഞാൻ അതിനൊക്കെ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കാം. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർ പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ്സും +2 ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ജോബ് ഓഫേഴ്സ് ഞങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ അത് കണ്ടെത്താം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നന്ദി, നമസ്കാരം.